രൂപതകളിലൂടെ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സുൽത്താൻപേട്ട് രൂപതയുടെ ചരിത്ര വഴികളാണ്. സുൽത്താൻപേട്ട് എന്ന പേര് കേൾക്കുമ്പോൾ ഒരു തമിഴ് പ്രദേശത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുക. എന്നാൽ ഇത് പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശമാണ്. കാലം ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയാണ് 2013 ഡിസംബർ 28 ഒരു പ്രത്യേക ഉത്തരവ് പ്രകാരം ഈ രൂപത സ്ഥാപിച്ചത്. തമിഴ്നാട് സ്വദേശിയായ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ പീറ്റർ ആബീർ അന്തോണിസ്വാമിയാണ് ഈ സുൽത്താൻപേട്ട് രൂപതയുടെ അധ്യക്ഷൻ. മലയാളം വ്യക്തമായി സ്ഫുടമായി സംസാരിക്കാനായിട്ട് പിതാവിന് കഴിയില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും മറ്റു വൈദികരുടെയും വാക്കുകളിലൂടെ ഈ രൂപതയുടെ സമ്പൂർണ്ണ ചരിത്രം നമുക്ക് തിരിച്ചറിയാം. എല്ലാവർക്കും നമസ്കാരം. ഈ രൂപത 2013 ഡിസംബറിൽ തുടങ്ങുമ്പോൾ വെല്ലുവിളി എണ്ണുമ്പോൾ ശൂന്യം എണ്ണുമ്പോൾ ഇത് പുതിയ രൂപതയിൽ നമ്മുടെ കോഴിക്കോട്ടിൽ നിന്നും നമ്മുടെ കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ നിന്ന് ഇത് പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഈ രൂപത കേരളത്തിലെ ഒരു രൂപതയായി 12ാമത് ലത്തീൻ രൂപതയായി ഇരിക്കുമ്പോൾ ഈ രൂപതയുടെ ആൾക്കാർ പരമാവധി എല്ലാം തമിഴ്നാട്ടോട് നമുക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ കേരള കത്തോലിക്ക ക്രിസ്ത്യാനികളോട് ഒരു ബന്ധം, പിതാക്കന്മാരോട് ബന്ധം, ഇതെല്ലാമേ പുതിയതായിട്ട് എല്ലാമേ തുടക്കമാണ്. ആ ദൈവത്തിൻ്റെ കൃപ കാരുണ്യത്തിനാൽ എല്ലാവരെയും നാം കടന്നു പോയി. ഇപ്പോൾ 10 വർഷമായി നമ്മൾ പതുക്കെ ഇപ്പോൾ ഒരു പ്രത്യാശയോടെ നമുക്ക് ഈ രൂപതയിനുடைய ശുശ്രൂഷ அல்லது நம்முடைய கிறிஸ்டியன் நம்முடைய விசுவாசத்தினுடைய சாட்சியமாய் நம்முடைய ரூபதை ഇപ്പോൾ വളർന്നു വന്നു. അത് ദൈവത്തിനു ഞാൻ നന്ദി പറയണം. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിനുடைய ക്രിസ്ത്യാനികൾ அல்லது നമ്മുടെ രൂപതൈ നമ്മുടെ മറ്റ് പിതാക്കന്മാർ എല്ലാവരും എൻ്റെ സുൽത്താൻപേട്ട് രൂപതയിൻ്റെ ഒരു മേൽ ഒരു സ്നേഹമുണ്ട്, ബന്ധമുണ്ട് ആൻഡ് എൻകറേജിങ്. സോ ഞാൻ എല്ലാ പിതാക്കന്മാർക്കും ലത്തീൻ രീതി മാത്രമല്ല മറ്റ് എല്ലാ പിതാക്കന്മാരുമേ നമുക്ക് സഹായം ചെയ്തുണ്ട്. എല്ലാവർക്കും എന്നുடைய നന്ദികൾ. ഞാൻ ദൈവത്തിൻ്റെ കൃപയും அந்த സാന്നിധ്യത്തിനും വേണ്ടി ഞാൻ എപ്പോഴും ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അച്ഛന്മാരും ഇടവക അച്ഛന്മാർ മറ്റ് റിലീജിയസും മറ്റ് എല്ലാവരും ഇപ്പോൾ ശുശ്രൂഷ വിത്ത് റിന്യൂഡ് സ്പിരിറ്റ് നമുക്കെല്ലാം പറയുന്നുണ്ട്. அந்த ஒரு சக்தியால் நம்ம கடந்து போகணும். அதுக்கு നാം ദൈവത്തിற்கு നന്ദി പറയാം. ഈ സുൽത്താൻപേട്ട് എന്ന് പേര് വരാൻ കാരണം പാലക്കാട് ടൗണിൻ്റെ ഹാർട്ടിലാണ് ഈ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് സുൽത്താൻപേട്ട് എന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ് ഈ പാലക്കാടുള്ള കോട്ട എന്ന് പറയുന്നത്. അതായത് ടിപ്പു സുൽത്താൻ ഇവിടെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഈ സ്ഥലത്തിനൊക്കെ സുൽത്താൻപേട്ട് എന്നുള്ള പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ നമ്മുടെ കത്തീഡ്രൽ ദേവാലയം, സെബസ്ത്യാനോസിൻ്റെ ഈ ദേവാലയം ഈ സുൽത്താൻപേട്ട് എന്ന് പറയുന്ന പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയത്തിലായതുകൊണ്ടാണ് സുൽത്താൻപേട്ട് എന്നുള്ള പേര് ഈ രൂപതയ്ക്ക് വരാനുള്ള കാരണം. അപ്പം അങ്ങനെ ഇത് സുൽത്താൻപേട്ട് രൂപതയായി, രൂപവൽക്കരണം ആയി. ഞങ്ങളുടെ അഭിമന്യ പിതാവ് അന്തോണിസ്വാമി പീറ്റർ അബീർ, മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ അന്തോണിസ്വാമി പീറ്റർ അബീർ ഈ പുതിയ രൂപതയുടെ 1ാമത്തെ മെത്രാനായിട്ട് ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹമാണ് എന്ന് തന്നെ പറയാം. കാരണം ഒന്നുമില്ലായ്മയിലിരുന്ന് പലതരത്തിൽ ഈ രൂപതയെ വളർത്തിയെടുത്ത അദ്ദേഹം ഇപ്പോഴും ഇനിയുമുള്ള
കാലങ്ങളിലും വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ സമയവും അധ്വാനം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം. സത്യം പറഞ്ഞാൽ സുൽത്താൻപേട്ട് രൂപത എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ശില്പിയും ആദ്യത്തെ മെത്രാനും എല്ലാം തന്നെ ഞങ്ങളുടെ പീറ്റർ അബീർ പിതാവാണ്. കാരണം സുൽത്താൻപേട്ട് രൂപത ആരംഭിക്കുമ്പോൾ വളരെ വിരലിലെണ്ണാവുന്ന വൈദികരും കുറച്ച് ദേവാലയങ്ങളും മാത്രമാണ് ഈ പാലക്കാട് ലത്തീൻ സഭയ്ക്കുണ്ടായത്. ഇന്ന് ഈ 10 വർഷം കൊണ്ട് ഈ സുൽത്താൻപേട്ട് രൂപത എന്ന് പറയുന്നത് കേരളത്തിലെ ഏത് രൂപതയോടും കടപിടിക്കുന്ന തലത്തിലേക്കുള്ള വളർച്ചയിലേക്ക് രൂപത എത്തിക്കഴിഞ്ഞു. അതിൽ ചുക്കാൻ പിടിച്ചതും അത് നയിച്ചുകൊണ്ടിരിക്കുന്നതും പീറ്റർ അബീർ പിതാവ് മാത്രമാണ്. അദ്ദേഹമാണ് ഈ രൂപതയെ ഇത്രയും വലിയ വളർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നതും. ഇപ്പം നമ്മുടെ ആദ്യത്തെ പിതാവിൻ്റെ ഒരാഗ്രഹം ഇടവകകളിൽ കൂടുതലായിട്ട് വരണം, ആൾക്കാർക്ക് വേണ്ടിയ ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എല്ലാതും കൂടുതൽ കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഒരാഗ്രഹമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പുതിയതായിട്ട് പുതിയ ഇടവകകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വികാരി അച്ഛനോടായിട്ടും കമ്മിറ്റി അംഗങ്ങളോട് സംസാരിച്ചിട്ട് ഏതൊക്കെ ഒരു പുതിയ ഇടവകളായിട്ട് തിരിക്കാൻ പറ്റും പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ആൾക്കാരുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഉണ്ടാകും, അത് നമ്മളെ രൂപത എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇല്ല വേറെ എവിടെയെങ്കിലും സപ്പോർട്ട് നമുക്ക് കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ പുതിയ ഇടവകകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഉദ്ദേശമായിട്ട് ഒരു 10 ഇടവകകളൊക്കെ നമ്മൾ തിരിച്ചെടുത്ത് അവിടെ പള്ളികളും മറ്റേ അച്ഛന്മാരുള്ള അരമനകളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. രൂപത 10 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഡ്രാസ്റ്റിക്കലായ ചേഞ്ചസ് ആണ്, വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരിയധികം കാര്യങ്ങളാണ് നമ്മളിവിടെ നേടാൻ സാധിച്ചത്. ഏറ്റവും ആദ്യമായിട്ട് പറയാൻ സാധിക്കുകയാണെങ്കിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഈ മേഖല ഇന്ന് ഒരു സ്ട്രക്ചറൽ ലെവലിൽ മാത്രമല്ല, സാംസ്കാരികപരമായാലും വിദ്യാഭ്യാസപരമായാലും മറ്റ് എല്ലാ രീതികളിലും ഒത്തിരിയധികം വികസനം നേടിയിരിക്കുകയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും അധികം പങ്ക് വഹിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ തന്നെയാണ് രൂപത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയതും. വളരെ ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ ICC പോലുള്ള സിലബസുകളിലൊക്കെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെന്ന് രൂപതയും പ്രത്യേകിച്ച് ബിഷപ്പിൻ്റെ നമ്മുടെ പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് ഇത് എന്നതിൽ ഒരു സംശയവുമില്ല. നമ്മെല്ലാം പറഞ്ഞതുപോൽ അറിഞ്ഞതുപോൽ ഇത് ഒരു ശൂന്യമാണ് ഒരു സിറ്റുവേഷനാണ്. ശൂന്യം എന്നുമ്പോൾ നമുക്ക് സ്ഥലം താമസിക്കും ഒരു ബിഷപ്പോ മറ്റ ആൾക്കാരോ താമസിക്കുന്ന സ്ഥലമില്ല. അത് മാത്രമല്ല, നമ്മുടെ ക്രിസ്ത്യാനികൾ ലാറ്റിൻ കാത്തലിക്സും 2 ഭാഗമായിട്ട് മലയാളമും തമിഴും 2 ഭാഗമായിരിക്കുമ്പോൾ എനിക്ക് ഒരു പെരിയ ഒരു വളരെ വെല്ലുവിളിയതെന്ന ഭാഷ. ഇവിടെ അടുത്തുള്ള ഇടവകളിലൊക്കെ നമ്മൾ 2 ഭാഷയും സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഭാഷയിലൂടെയുള്ള ഒരു വൈവിധ്യം മറ്റെല്ലാ നമ്മുടെ ജീവിത ശൈലികളിലും ഒത്തിരി ഒരു പ്രാധാന്യം ചെലുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതെയും ഞാൻ കടന്നു പോകണം. അതുകൊണ്ട് മാത്രമല്ല ഈ രൂപതയിൽ അച്ഛന്മാരോ അല്ലത് നമ്മുടെ സന്യാസികൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഒരു ചെറിയ ഒരു ഒരു എണ്ണം ഉണ്ടായിരുന്നു. ആൾക്കാർ ഒരു 15-16 അച്ഛന്മാരും മറ്റത് സന്യാസികൾ ഒരു 30 പേരും. ഈ രൂപതയിൽ 67 വൈദികരാണ് ഇപ്പോൾ ശുശ്രൂഷ നടത്തുന്നത്. അതിൽ 30 വൈദികർ രൂപതപ്പെട്ട വൈദികരും 37 വൈദികർ സഭയിലിരുന്നുള്ള വൈദികരും, അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ പല സഭകളിൽ നിന്ന് ഏകദേശം 108 കന്യാസ്ത്രീകളാണ് ഇവിടെ പലതരത്തിൽ ശുശ്രൂഷ നയിക്കുന്നത്. അതായത് എഡ്യൂക്കേഷൻ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ, ഈ ആസ്പെക്ട്സാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ സ്കൂൾസും അതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്തും കൊഴിഞ്ഞാമ്പാറ, സുറപ്പാറ, കഞ്ചിക്കോട്, ഷൊർണൂർ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്കൂളുകളും പുതിയ സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയമായിട്ടും ICSE സിലബസായിട്ടും നമ്മൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ പല പുതിയ ഇടവകളായിട്ട് വരുന്ന തുടങ്ങുമ്പോൾ ചില സമയത്ത് അവിടെ സ്ഥലം പോരാണ്ട് വരും.
അപ്പോൾ അങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ചെറുതും വലുതുമായിട്ട് പുതിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് വച്ചിട്ടുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് ഒരു ഇടവക, ഓരോ ഇടവകയും നമ്മൾ മാറ്റാൻ പറ്റുമോ പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് ആ ഇടവകകൾക്ക് ഒരു ഹാളായിട്ടോ ഇല്ല കമ്മ്യൂണിറ്റി ഹാളായിട്ടോ ഇല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിറ്റി ഹാളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ്റെ ഒരു മോട്ടോ, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ടു ബിൽഡ്, മുറിയപ്പെട്ട് പണിതുയർത്തുവാൻ എന്നുള്ള ഒരു ലക്ഷ്യത്തെ, ഒരു മോട്ടോ എടുത്തുകൊണ്ടാണ് ഈ രൂപത ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇതിന് ഒന്നായി, രൂപത അച്ഛന്മാരായാലും സഭയിലുള്ള അച്ഛന്മാരായാലും സന്യസ്തരായാലും കന്യാസ്ത്രീകൾ, ജനങ്ങൾ എല്ലാം രൂപതാധ്യക്ഷനോട്, മെത്രാനോട് ചേർന്ന് ഇനിയും ഈ രൂപതയെ വളർച്ചയിലേക്ക് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ആത്മീയമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള വളർച്ചയിലേക്ക് നയിക്കണം എന്നുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ചിന്തയോടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സാമൂഹിക മേഖല നോക്കുമ്പോൾ SMSS സുൽത്താൻപേട്ട് മൾട്ടിപർപ്പസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഇന്ന് ചെയ്തു വരുന്ന നിസ്വാർത്ഥമായ സേവനമുണ്ട്. വിധവകൾക്കായാലും കുടുംബത്തിൽ മറ്റ് അനാഥരാക്കായാലും എങ്ങനത്തെ ആൾക്കാരായാലും അവർക്കെല്ലാവർക്കും കൃത്യമായിട്ട് ഒരു ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ട്. അവർക്ക് കൃത്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നതിൽ രൂപത ഇന്ന് വളരെയധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. പലവിധമായ പ്രോജക്ട്സിലൂടെ ആയാലും മറ്റ് ഘടകങ്ങളിലൂടെ ആയാലും രൂപത അതൊക്കെ ഒത്തിരി മനോഹരമായിട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരു മഹത്വത്തിനായിട്ട്, ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ മോട്ടോ. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ ലോകം എങ്ങും നമ്മൾ ചെയ്യുന്ന ഈ നന്മകൾ ജനങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു മഹത്വത്തിനും ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഈ രൂപതയിൽ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളും. അതുകൊണ്ട് വളർച്ചയായാലും തളർച്ചയായാലും ഏത് സമയത്തും ഞങ്ങൾ രൂപതയ്ക്ക് വേണ്ടിയിട്ട്, രൂപത ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ തിരുനാമത്തിന് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോരോ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഒരുപാട് സ്കൂളുകളൊക്കെ ഈ പുതിയ രൂപത വന്നതിന് ശേഷം സ്കൂളുകൾ, പള്ളികൾ, പള്ളിമേടകൾ, കല്യാണ മണ്ഡപം, ഹാൾസ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ ബിഷപ്സ് ഹൗസ്, അരൺമന, ഇതൊക്കെ പുതിയതായിട്ട് വന്നതിന് ശേഷം ഉണ്ടാക്കി നേടിയെടുത്തതാണ്. നമ്മൾ ഇത്രയ്ക്കും ഒരു 10 കൊല്ലത്തിൽ നമ്മളിങ്ങനെ ഒരു ബിഷപ്പ് ഹൗസായിട്ടും ഒരു പാസൽ സെൻറ്ററും സ്കൂളുകളും പിന്നെ സോഷ്യൽ സർവീസ് സെൻറ്ററുകളും പുതിയ ഇടവകകളും അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഡെവലപ്പായിട്ട് നമ്മൾ ഈ 10 കൊല്ലം തിരിഞ്ഞ് പിന്നോട്ട് നോക്കുമ്പോൾ ഇതെല്ലാതും ഒരു കർത്താവിൻ്റെ ഒരു പ്രോവിഡൻസാണ്. എന്ന് വെച്ചാൽ ഈ പാലക്കാട്ടിൽ ഒരു പുതിയ രൂപത വരുമ്പോൾ ഒരു ചെറിയ ഒരു രീതിയിലാണ് വന്നത്. പക്ഷേ ഇത്രയ്ക്ക് 10 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത്രയ്ക്ക് നമ്മൾ വളർന്നു നിൽക്കുന്നത് എല്ലാതും കർത്താവിൻ്റെ ഒരു പ്രോവിഡൻസും അതേപോലെ പിതാവിൻ്റെ കഴിവും അതോടൊപ്പം അച്ഛന്മാരുടെ എല്ലാവരുടെ ഒരു കോപ്പറേഷനും അതോടൊപ്പം ആൾക്കാരുടെ അവൻ്റെ ഒരു ഫെയ്ത്തും അതേപോലെ രൂപത എന്ത് ചെയ്തെന്ന് കാട്ടിലും നമ്മൾ രൂപതയ്ക്ക് എന്ത് ചെയ്ത് നമ്മുടെ രൂപതയെ വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു എണ്ണം ഉള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ 10 കൊല്ലത്തിൽ ഇത്രയ്ക്ക് ഈ സുൽത്താൻപേട്ട് രൂപത വളർന്നു നിൽക്കുന്നത്. 1700കളിലാണ്
തമിഴകത്തിലെ ഡിണ്ടിഗൽ, തൃച്ചിനാപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് ക്രൈസ്തവർ പാലക്കാട്ടേക്ക് കുടിയേറുന്നത്. ഈ കുടിയേറ്റപ്പെട്ട ജനത ആദ്യമായി താമസിക്കുന്നത് കൽപ്പാത്തിപ്പുഴയുടെ വടക്ക് ഭാഗത്തായി, മലമ്പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്തായി ജ്ഞാനപ്പാളയം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ടാക്കുകയും അവിടെ അവർ 2 കപ്പേളകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ അവർ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുകയാണ്. പിന്നീട് ഫ്രാൻസിസ്കോ സവേറിയോ പവോനി എന്ന് പറയുന്ന ഒരു ഈശോസഭാ വൈദികൻ ഇവിടെ വരികയും അദ്ദേഹം കല്ലേപ്പിള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ ആളുകൾക്ക് വേണ്ടി ഒരു വലിയൊരു ദേവാലയം പണിയാൻ ആഗ്രഹിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ പാലക്കാട് രാജാവ് അദ്ദേഹത്തിന് കോവിൽപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലം നൽകുകയും അവിടെ അദ്ദേഹം ഒരു മാതാവിൻ്റെ ദേവാലയം സ്ഥാപിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് അവരുടെ തുടക്കം. ഒത്തിരി കുടുംബങ്ങളായിട്ട് അവർ ചേർന്നു താമസിച്ചു. പാളയം എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ കോവിൽ പാളയത്തു നിന്നാണ് ഇന്ന് നമ്മുടെ രൂപതയിൽ കാണുന്ന ബാക്കി എല്ലാ ഇടവകളും രൂപീകരിച്ചത്. നമ്മുടെ ഇവിടുത്തെ ഭാഷയിൽ തായ്ക്കോവിൽ എന്ന് പറയും, അതായത് മാതൃ ഇടവകയാണ് ഈ കോവിൽ പാളയം. അന്നത്തെ ജനങ്ങൾ സ്വീകരിച്ച ആ വിശ്വാസം, ആ ഒരു സ്നേഹം ഇന്നും ഇവിടുത്തെ പാലക്കാടത്തെ ജനങ്ങൾ, വിശ്വാസികൾ ആ ദേവാലയത്തോട് കാണിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഇടവകയിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ പോലും ആദ്യ ശനിയാഴ്ച കൃത്യമായിട്ടും അവർ ഈ കോവിൽപ്പാളയം പള്ളിയിൽ എത്തുന്നു. പാലക്കാടുള്ള എല്ലാ ഇടവകളിൽ നിന്നും വ്യത്യസ്തരായ ആൾക്കാർ കോവിൽപ്പാളയം പള്ളിയിൽ എത്തുന്നു. പ്രത്യേക നൊവേനയും ആരാധനയും കുർബാനയും പിന്നെ സപ്ര പ്രദക്ഷിണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാണ് അവർ പോകുന്നത്. ഈ കോവിൽ പാളയത്ത് നിന്നുമാണ് ഓരോരോ ഗണങ്ങളായിട്ട് പതുക്കെ ഓരോരോ ഇടവകൾ രൂപീകൃതമായത്. പിന്നീട് അവിടെ നിന്ന് പാലക്കാട് രാജ്യത്തിൽ നിന്നും കൊല്ലങ്കോട് രാജ്യത്തിലുള്ള ആലത്തൂരടുത്തുള്ള പെരിങ്കുളം, വണ്ടാഴി, അതുപോലെ വടക്കഞ്ചേരി എന്നുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ക്രൈസ്തവർ കുടിയേറുകയും അവിടെ ദേവാലയങ്ങൾ വരികയുമുണ്ടായി. മൂന്നാമതായി ഈ ക്രൈസ്തവ ജനത ഈ പാലക്കാട് നിന്നും കുടിയേറുന്നത് കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ചിറ്റൂർ താലൂക്കിലെ അത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെയും വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയം വരികയും അവിടെ അവർ ഒരുമിച്ച് താമസിക്കുകയും പിന്നീട് ഈ 3 കേന്ദ്രങ്ങളിൽ നിന്നായി പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി അവിടെ ഇടവകൾ വരികയാണ് ഉണ്ടായത്. പിന്നീട് പാലക്കാട് ക്രൈസ്തവരുടെ ചരിത്രം പറയുമ്പോൾ ഈ കാലഘട്ടത്തെ പ്രധാനമായും 4 ഘട്ടങ്ങളായിട്ട് തിരിക്കുവാൻ നമുക്ക് സാധിക്കും. 1623 മുതൽ 1783 വരെ ഈ പ്രദേശം ഈശോസഭ വൈദികരുടെ മൈസൂർ മിഷൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ആ ഈശോസഭ വൈദികരാണ് ഈ പ്രദേശത്തെ ക്രൈസ്തവ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചതും പ്രത്യേകിച്ച് പാലക്കാട്, അത്തിക്കോട്, അതോടൊപ്പം ആലത്തൂർ ഭാഗങ്ങളിലൊക്കെ ഈ വിശ്വാസത്തെ പടുത്തുയർത്തിയതും. പിന്നീട് ഈശോസഭ സപ്രസ് ചെയ്യപ്പെട്ടപ്പോൾ പാരീസ് മിഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഫ്രാൻസിൽ നിന്ന് വന്ന മിഷണറിമാരാണ് ഈ സ്ഥലത്തെ വീണ്ടും നയിച്ചു കൊണ്ടുപോകുന്നത്. 1783 മുതൽ 1940 വരെ പാരീസ് മിഷൻ സൊസൈറ്റി എന്നുള്ള വൈദികരും മെത്രാന്മാരുമായിരുന്നു ഈ പ്രദേശത്തെ ക്രൈസ്തവ വിശ്വാസത്തെ പടുത്തുയർത്തിയത്. 1940 മുതൽ 2013 വരെ കോയമ്പത്തൂർ രൂപതയിലെ തദ്ദേശീയ മെത്രാന്മാരാണ് ഈ പ്രദേശത്തെ നയിച്ചു കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏകദേശം 1923 ആയപ്പോൾ പാലക്കാടിൻ്റെ വള്ളുവനാട് താലൂക്ക് ഭാഗങ്ങൾ കോഴിക്കോട് രൂപതയോട് ചേർക്കുകയും 1923 മുതൽ 2013 വരെ കോഴിക്കോട് രൂപതയാണ് ഈ വള്ളുവനാട് ഭാഗത്തെ ക്രൈസ്തവരെയൊക്കെ നയിച്ചുകൊണ്ടിരുന്നത്. 1888 ഒരു വൈദികർ ഇവിടെ കത്തീഡ്രൽ പള്ളിയിലിരുന്ന ഒരു ഫാദർ ജോസഫ് പാർദു എന്ന് പറഞ്ഞ വൈദികൻ അപ്പോഴത്തെ അപ്പോസ്റ്റോലിക് ഡെലഗേറ്റായിരുന്ന മോൺസിഞ്ഞർ അജോട്ടി അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥനയുണ്ടായിരുന്നു, പാലക്കാട്ടിൽ ഒരു പുതിയ രൂപത സ്ഥാപിതമാക്കണമെന്ന്. അതിനുശേഷം അത് അപ്പോൾ നടന്നില്ല. കോയമ്പത്തൂർ രൂപതയിൽ 1980 മുതൽ ഏകദേശം 28 വർഷങ്ങളായിട്ട് മെത്രാനായിരുന്ന എം അംബ്രൂസ് പിതാവ് 1986 വീണ്ടും ഇവിടെ ഒരു രൂപത വേണം എന്ന് പറഞ്ഞ് അത്രയും കാര്യമായിട്ട് തന്നെ പരിശ്രമങ്ങൾ നടത്തി. എന്നാലും അതും
വിജയപ്രദമായില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇരിക്കുന്ന ഈ രൂപത ഇതൊരു റിയാലിറ്റിയായി മാറിയത് കോയമ്പത്തൂർ രൂപതയും കാലിക്കറ്റ് രൂപതയും ചേർന്ന് 2013 ഇത് ഒരു പുതിയ രൂപതയായിട്ട്, അതായത് സുൽത്താൻപേട്ട് രൂപത പാലക്കാട് എന്ന് ഇവിടെ സ്ഥാപിതമായി. മറ്റു രൂപതകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന, വളരാൻ സാധ്യതയുള്ള ഒരു രൂപതയാണ് സുൽത്താൻപേട്ട് രൂപത എന്ന് പറയുമ്പോൾ. കേരളത്തിൽ തന്നെ 31ാമത്തെ രൂപതയായിട്ടാണ് സുൽത്താൻപേട്ട് രൂപത നിലവിൽ വരുന്നത്. 12ാമത്തെ ലത്തീൻ രൂപതയായിട്ടാണ് സുൽത്താൻപേട്ട് രൂപത നിലവിൽ വന്നത്. ഈ 10 വർഷം കൊണ്ട് തന്നെ ഒത്തിരി വലിയ സാമൂഹികപരമായ മാറ്റങ്ങൾക്ക് സുൽത്താൻപേട്ട് രൂപതയ്ക്ക് ചുക്കാൻ പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പാസ്റ്ററൽ സെൻറ്റർ, അച്ഛന്മാർക്കായിട്ടുള്ള റിട്ടയർമെൻറ്റ് ഹോം, SMSS എന്ന് പല രീതിയിൽ നമ്മുടെ രൂപതാധ്യക്ഷൻ്റെ മേൽനോട്ടത്തിലും അധ്വാനത്തിലും വൈദികരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അതിന് തന്നെയാണ് നമ്മളൊരു ദൗത്യമായിട്ട് തന്നെ ഇത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് പറയുവാനുള്ളത് ഇവിടുത്തെ ജനത്തിൻ്റെ പ്രത്യേകമായ സ്നേഹമാണ്. പ്രത്യേകിച്ച് വൈദികരുടെ കുറവുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ സേവനം ചെയ്യുന്നത്. ഈ ആളുകൾക്ക് നമ്മളോടുള്ള ആ സ്നേഹവും പരിഗണനയുമൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ഒത്തിരി പ്രചോദിപ്പിക്കുന്നുണ്ട്. ഈ രൂപത ഒത്തിരി വളരുവാനുള്ള സാഹചര്യമുള്ള, നല്ല വളക്കൂറുള്ള ഒരു രൂപതയായി ഈ രൂപത ഇന്ന് നിലകൊള്ളുകയാണ്. ഈ രൂപതയ്ക്ക് ഈ മെത്രാനെ ദൈവം തന്നത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങളുടെ സുൽത്താൻപേട്ട് രൂപത റോമൻ കത്തോലിക്ക രൂപതയിലെ 12ാമത്തെ രൂപതയായി ലാറ്റിൻ ചർച്ച് ഓഫ് കേരള ആൻഡ് 31st കാത്തലിക് ഡയസിസ് ഓഫ് കേരള ഇൻക്ലൂഡിങ് 3 റൈറ്റ്സ്. ഇന്ത്യയിൽ 167ാമത്തെ കത്തോലിക്ക രൂപതയാണ് ഈ സുൽത്താൻപേട്ട് രൂപത. റെവറൻ ഫാദർ റവേൽ ഇവിടെ വികാരിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ദേവദാസനായി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സുൽത്താൻപേട്ട് രൂപതയുടെ ചരിത്ര വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. അടുത്തയാഴ്ച മറ്റൊരു രൂപതയുടെ ചരിത്രവിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. ഇതേ ദിവസം ഇതേ സമയം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.